ഹലോ യൂട്യൂബ് ഗായ്സ്, ഞാനിന്നിവിടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ വിശദാംശങ്ങളാണ്. ഇതിൽ മോഡേൺ പീരിയോഡിക് ടേബിളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ 1 to 18 ഗ്രൂപ്പ്സ് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് 1 മുതൽ 18 വരെ ഗ്രൂപ്പ് എലമെൻറ്റ്സും അത് 7 പീരിയഡിലോട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സത്യത്തിൽ ഒരു സ്റ്റാർ പോലെയാണ് നമുക്ക് പറഞ്ഞെടുക്കുന്നത്. അതായത് ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുമ്പോഴത്തേക്കും അതൊരു സ്റ്റാറായി മാറുകയാണ് ചെയ്യുന്നത്. അതിന് ചുറ്റും അതിനകത്ത് നമുക്ക് എർത്തിലാണ് ഇത്രയും ഇതിനകത്തുള്ള മെറ്റൽസ് എല്ലാം ഒരുവിധം എർത്തിലാണ് വരുന്നത്. ബാക്കി എലിമെൻറ്റ്സ് സണ്ണിലും കാണുന്നുണ്ട്. ഇതിൽ എർത്ത് ഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എർത്തിൽ മെയിനായിട്ട് കാണുന്നത് സാൻഡാണ്. അപ്പോൾ സാൻഡിലുള്ള എലിമെൻറ്റ്സ്, സാൻഡിലാണ് നമുക്ക് ബോറോൺസ്, അലൂമിനിയം ഇങ്ങനെ ഇതൊക്കെ ഉള്ളത്. സാൻഡിലാണ് നമുക്ക് കാർബൺ, സിലിക്കൺ, ഗാലിയം ഇതൊക്കെ ഉള്ളത്. അതായത് സാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തിനാണ്? ചൂട് അബ്സോർവ് ചെയ്ത് അത് ചൂട് അബ്സോർവ് ചെയ്യുകയും എലമെൻറ്റ്സിനെ പുറത്തു വിടുകയും ചെയ്യും. അതായത് സിലിക്കണും ജെർമനിയെ സംബന്ധിച്ച് നമുക്ക് എന്തിനാണ് LED ഉണ്ടാക്കാനുള്ളത്. അതായത് അത് ലൈറ്റിനെ അബ്സോർവ് ചെയ്തിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് കാർബൺ ആണെങ്കിൽ പ്രകാശത്തെ അബ്സോർവ് ചെയ്തിട്ട് കാർബൺ വളർന്ന് ചെടികളായിട്ട് മാറുന്നു. അടുത്ത ഗ്രൂപ്പ് എലമെൻറ്റ് എന്ന് പറയുന്നത് നൈട്രജനാണ്. ഈ കാർബൺ വളരണമെങ്കിൽ തൊട്ടടുത്ത ഗ്രൂപ്പുള്ള നൈട്രജൻ വേണം. അതെനിക്ക് നൈട്രജന് അതിൻ്റെ ക്രിയ ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. അങ്ങോട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അവസാനം വരുന്ന ഈ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എല്ലാം നോബൽ ഗ്യാസസ് ആണ്. അതായത് അവർക്കൊന്നും ഒരു പ്രത്യേക ജോലികളൊന്നുമില്ല. അവർ ആൾറെഡി നോബിളായെന്ന് വെച്ചാൽ അവരുടെ കർമ്മം കഴിഞ്ഞു. അത് പൂർണ്ണമായിട്ട് ഒരു ഷെല്ല്, അവരുടെ ബാക്ക് എലമെൻറ്റ്സ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സെൻറ്റർ ഭാഗത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് നോക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് വരുന്നത് കോപ്പർ. നല്ല കണ്ടക്ടിവിറ്റിയുള്ള എലമെൻറ്റ്സ് എല്ലാം സെൻറ്റർ ഭാഗത്ത് വരുന്നുണ്ട്. കോപ്പർ, അലൂമിനിയം, സ്വർണം, സിൽവർ ഇതെല്ലാം വരുന്നത്. പിന്നെ ഓരോ എലമെൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സിൽവർ കഴിഞ്ഞിട്ട് ഗോൾഡ് കഴിഞ്ഞിട്ട് കണ്ണാടി മിറർ വരുന്നുണ്ട്. അതെല്ലാം ക്ലിയർ വ്യൂവിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്രൂപ്പ് എലമെൻറ്റ്സ് അങ്ങനെ പല പ്രത്യേകതകളാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലിഥിയം, സോഡിയം ഇതൊക്കെ ചാർജ് ചെയ്യുന്ന കെമിക്കൽസാണ്. നമുക്ക് ചാർജ് തന്നുകൊണ്ടിരിക്കുന്ന കെമിക്കൽസാണ്. ഇതിനെ വെള്ളത്തിലോ വേറെ എന്തെങ്കിലും ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് കിട്ടും. അതാണ് സോഡിയം കടലിൽ കിടക്കുമ്പോഴത്തേക്കും, സോഡിയം ക്ലോറിനും കടലിൽ കിടക്കുമ്പോഴത്തേക്കും അത് ഉപ്പായിട്ട് മാറി. അതാണെങ്കിൽ ഉപ്പിന് നല്ല റിയാക്റ്റീവ് കണ്ടന്റ് ഉള്ള ഇതാണ്. അതാണെങ്കിൽ ലിഥിയം നമുക്ക് എന്തെങ്കിലും അൾഷൈമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ ലിഥിയം അടങ്ങിയിരിക്കുന്ന ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നമ്മളെ ബ്ലഡിൽ